നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി. KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിന്റെ 180 ദിനങ്ങൾ എന്ന സന്ദേശവുമായി ഓമൽ കൺമണി 2.0 രോഗപ്രതിരോധ വാരാചരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും IMA ആലപ്പുഴ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ N അരുൺ ഉദ്ഘാടനം ചെയ്തു. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ CITUവിന് കീഴിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ആലപ്പുഴ മേഖലാ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനം. CITU ജില്ലാ പ്രസിഡന്റ് H സലാം MLA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. KSF മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ യോഗത്തിൽ അധ്യക്ഷനായി. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തി നാളേക്ക് നല്ലതിന് ലഹരിയോട് നോ പറയാമെന്ന മുദ്രാവാക്യവുമായി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്വയം നശിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും കഴിവുള്ള ലഹരിയുടെ വിപത്തിൽ നിന്നും വരും തലമുറയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഉൾക്കൊണ്ടു തോന്നുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ കുടുംബത്തിലും ഏറ്റവും വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, ഈ കുടുംബങ്ങൾ ആകെ ചേരുന്ന പൊതുസമൂഹം, ആ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മാരകമായ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? നിയമം മൂലം മാത്രം കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നിയമത്തിൽ ഒത്തിരി പഴുതുണ്ട്. ഇപ്പം അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഇപ്പം കഞ്ചാവിന് പിടിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിലുള്ള കേസേ ഉള്ളൂ. കാരണം ഇത്ര ഗ്രാം വരെ കഞ്ചാവ് ഒരാൾക്ക് കൊണ്ടുപോകാം, ഉപയോഗിക്കാം, വെക്കാം, കൈവശം വെക്കാം. കേന്ദ്ര നിയമങ്ങളാണ്. ആ കഞ്ചാവുമായിട്ട് പിടിച്ചിട്ട് എന്നെ അകത്താക്കാന്ന് ചോദിച്ചിട്ട് അതിനൊന്നും വ്യവസ്ഥയില്ല. KSF മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ യോഗത്തിൽ അധ്യക്ഷനായി. KSF ഡയറക്ടർ ബോർഡ് അംഗം ജെനിങ്സ് ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. KSF ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന ഉപാധ്യക്ഷൻ A മുഹമ്മദ് ഇക്ബാൽ, KSF സ്റ്റാഫ് അസോസിയേഷൻ CITU ജില്ലാ സെക്രട്ടറി S ഉല്ലാസ്, KSF ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S സുശീലൻ, ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി N ബിജുമോൻ എന്നിവർ സംസാരിച്ചു. KSF ആലപ്പുഴ റീജിയണൽ അസിസ്റ്റന്റ് മാനേജർ CN ജയചന്ദ്രൻ യോഗത്തിന് സ്വാഗതവും റീജിയണൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് മാനേജർ ലാലിച്ചൻ ജോസഫ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ EPCB ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സന്തോഷത്തിന്റെ 180 ദിനങ്ങൾ എന്ന സന്ദേശവുമായി ഓമൽ കൺമണി 2.0 രോഗപ്രതിരോധ വാരാചരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും IMA ആലപ്പുഴ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ N അരുൺ ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിന്റെ 180 ദിനങ്ങൾ എന്ന സന്ദേശവുമായി ഓമൽ കൺമണി 2.0 രോഗപ്രതിരോധ വാരാചരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ N അരുൺ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ സമ്പത്താണ് രോഗപ്രതിരോധ കുത്തിവയ്പ്. കാര്യം ഒത്തിരി അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റുന്ന അസുഖങ്ങൾ, ചില അസുഖങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, നമുക്ക് തടയാൻ സാധിക്കില്ല. പക്ഷെ തടയാൻ സാധിക്കുന്ന അസുഖങ്ങളെ മനുഷ്യസാധ്യമായി എല്ലാം ചെയ്ത് തടയുക എന്നുള്ളത്, അതാണ് ഈ ഒരു രോഗപ്രതിരോധ വാരാചരണത്തിന്റെ ആ ഒരു സന്ദേശം. അതായത് വാക്സിനേഷൻ, ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ മനുഷ്യസാധ്യമാണ്. എല്ലാ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും കൃത്യസമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ്. ഇത് ഈ സമൂഹത്തിന്റെ കടമയാണ്. അതായത് നമ്മുടെ ഈ ഒരു പ്രചരണ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിലൂടെ, നമ്മുടെ സന്ദേശത്തിലൂടെ
എല്ലാ കുട്ടികളെയും എല്ലാവരെയും ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇതുപോലുള്ള പരിപാടികളിലുള്ളത്. വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. RCH ഓഫീസർ ഡോക്ടർ പാർവതി പ്രസാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി സി പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. IMA കേരള സൗത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ R മദനമോഹനൻ നായർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, ഡോക്ടർ K കൃഷ്ണകുമാർ, ഡോക്ടർ K ദീപ എന്നിവർ സംസാരിച്ചു. വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും ഡോക്ടർ മനീഷ് നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് രോഗപ്രതിരോധവും കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയും വികാസവും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശാന്തിയും അമ്മമാരിലെ പ്രസവാനന്തര മാനസികാരോഗ്യവും കുഞ്ഞിന്റെ വളർച്ചയും വിഷയത്തിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ PK ബീനയും പൂരക പോഷകാഹാര പ്രാധാന്യം കുഞ്ഞുങ്ങളിൽ എന്ന വിഷയത്തെ അധികരിച്ച് ഡയറ്റീഷ്യൻ ട്രെയിനി KB ലാമിയും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ CITUവിന് കീഴിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ആലപ്പുഴ മേഖലാ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി. CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H സലാം MLA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ CITUവിന്റെ കീഴിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ മേഖലാ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി. CITU ജില്ലാ പ്രസിഡന്റ് H സലാം MLA ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തോ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ച നിയമം പോലെ നമ്മൾ പൊതുവെ ബോധ്യപ്പെടും. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ പറയുകയോ ചർച്ച ചെയ്യുകയില്ല എന്നുള്ളതാണ് ഒരു സാഹചര്യം. നിങ്ങളുടെ തൊഴിൽ മേഖലയാണെങ്കിലും മറ്റേത് തൊഴിൽ മേഖലയാണെങ്കിലും നിശ്ചിതമായ മണിക്കൂർ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിനോദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യം 24 മണിക്കൂറിൽ ഇങ്ങനെ 3ആയി തിരിച്ചിട്ട് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവരുടെ അധ്വാനം ചെലവഴിക്കേണ്ട സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തപ്പെട്ട ഒരു നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരു എല്ലായിടത്തും നാം ആർജിച്ചത് നേട്ടമായും അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ഒരു നിയമം പോലെ നമ്മളെല്ലാവരും പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനധികമായി ജോലി എടുത്താൽ ഓവർ ടൈമായി കണക്കാക്കപ്പെടുന്ന സിസ്റ്റം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നിപ്പോൾ അതെല്ലാം പതുക്കെ മാറ്റാൻ കഴിയുന്ന തൊഴിൽ നിയമത്തിന്റെ ഭേദഗതി രാജ്യത്തെ BJP ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ തൊഴിലാളിയെ സംബന്ധിച്ച് അത്തരമൊരു നിലപാടിലേക്ക് ലോകത്തെ തൊഴിലാളി വർഗത്തെ എത്തിച്ചതിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രക്ഷോഭദിനം കൂടിയാണ്, ഓർമ്മദിനം കൂടിയാണ് വീതിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് എല്ലാ അഖിലേന്ത്യാ ട്രേഡ് യൂണിയനുകളും സംസ്ഥാനങ്ങളിലെ ട്രേഡ് യൂണിയനെല്ലാം കൂടെ ചേർന്ന് ശക്തമായൊരു പണിമുടക്കിന് മെയ് മാസം 20-ാം തീയതി പണിമുടക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസം 18-ന് ചേർന്ന സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷനാണ് ഈ പണിമുടക്കിന്റെ പ്രമേയം അംഗീകരിച്ച് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ പെൻഷൻ ഭവനിൽ ചേർന്ന കൺവെൻഷനിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്യാം മുണാൾ, വനിതാ സബ് കമ്മിറ്റി കൺവീനർ ശ്രീരഞ്ജനി എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R രാധാകൃഷ്ണപിള്ള യോഗത്തിന് സ്വാഗതം പറഞ്ഞു. 5.5 പതിറ്റാണ്ട് കാലത്തിന് മുൻപുള്ള പഠനകാലത്തെ ഓർമ്മകൾ അയവിറക്കി അന്നത്തെ സഹപാഠികൾ ഒത്തുചേർന്നത് വേറിട്ട സംഗമമായി മാറി. 54 വർഷം മുൻപ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ നേതൃത്വത്തിലാണ് പിറവി എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. 5.5 പതിറ്റാണ്ട് കാലത്തിന് മുൻപുള്ള പഠനകാലത്തെ ഓർമ്മകൾ അഴവിറക്കി അന്നത്തെ സഹപാഠികൾ ഒത്തുചേർന്നത് വേറിട്ട സംഗമമായി മാറി. 54 വർഷം മുൻപ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ നേതൃത്വത്തിലാണ് പിറവി എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിലെ 1972 ബാച്ചിലെ 10ാം ക്ലാസ്സുകാരാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ റെയ്ബാൻ ഹാളിൽ കുടുംബ സംഗമത്തിനായി ഒത്തുചേർന്നത്. കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇരുത്താൻ വേണ്ടി പഴയ സാധനമില്ല. ചിലവരൊക്കെ പതുങ്ങി പോയി പഴയ നേച്ചർ തന്നെയാണ്. ചിലവരിങ്ങനെ ഉണ്ടാകുകയും പക്ഷെ തലങ്ങളിലൊക്കെ അങ്ങനെ പല ആൾക്കാരുണ്ട്, പല നേച്ചറാണ്.
പക്ഷെ പലർക്കും പ്രായം തോന്നില്ല. എല്ലാവരും തന്നെ എനർജറ്റിക്കാണ്, സന്തോഷത്തോടെ ഇരിക്കാൻ ആക്കി എല്ലാവരും കൊണ്ടാടുകയായിരുന്നു. ചലച്ചിത്ര താരം ജയൻ ചേർത്തല മുഖ്യാതിഥിയായിരുന്നു. പ്രോഗ്രാം കൺവീനർ സലീം ആലപ്പുഴ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജാൻസി ബിയാട്രീസ്, എ കബീർ എന്നിവർ സംസാരിച്ചു. അബ്ദുൽ സലാം ലബ്ബ ചടങ്ങിന് സ്വാഗതവും ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഓർമ്മകളുടെ തീരത്തെന്ന പേരിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. തുടർന്ന് തങ്ങൾ 54 വർഷം മുൻപ് പഠിച്ച സ്കൂൾ സന്ദർശിക്കുകയും പഴയകാല ഓർമ്മകൾ അയവിറക്കുന്നതിനൊപ്പം പുതിയ മാറ്റങ്ങൾ കണ്ട് ആസ്വദിക്കുവാനും ഒരുമിച്ച് നിന്ന് ചിത്രങ്ങൾ എടുക്കാനും കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളും സമയം കണ്ടെത്തിയിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന സന്ദേശമുയർത്തി ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി. KSFയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിന്റെ 180 ദിനങ്ങൾ എന്ന സന്ദേശവുമായി ഓമൽ കൺമണി 2.0 രോഗപ്രതിരോധ വാരാചരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും IMA ആലപ്പുഴ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ N അരുൺ ഉദ്ഘാടനം ചെയ്തു. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ CITUവിന് കീഴിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ആലപ്പുഴ മേഖലാ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനം. CITU ജില്ലാ പ്രസിഡന്റ് H സലാം MLA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.